ഹലോ ഗൈസ്, നമ്മളിന്നൊരു കറിനാരങ്ങ അച്ചാറാണ് റെഡിയാക്കാൻ പോകുന്നത്. രണ്ട് കറിനാരങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത്. കറിനാരങ്ങ എന്ന് പറഞ്ഞാൽ വടുകപ്പുളി എന്ന് പറയും. വടുകപ്പുളി നാരങ്ങ ചെറുതാക്കി കൊത്തി അരിഞ്ഞു. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടി വെച്ച് അതിൽ ഉലുവയും കടുകും കൂടി ഇട്ടിട്ട് വറക്കുകയാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ചേച്ചിയുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഉലുവയും കടുകും കൂടിയും നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല, വെറുതെ ചൂടാക്കി എടുക്കുകയാണ്. നല്ല മുരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളത് മാറ്റും. എന്നിട്ടത് അച്ചാറിലേക്ക് പൊടിച്ച് ചേർക്കുക ചെയ്യുക. അപ്പോൾ നന്നായി മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്, അച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റും. നല്ല മണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ അച്ചാറ് പൊടിയൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉലുവയും കടുകും കൂടി നമ്മൾ മാറ്റി വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക. കായം വറുത്ത് മാറ്റി വയ്ക്കണം. കായം നേരത്തെ വറുത്തിട്ടുണ്ടായിരുന്നില്ല. കായം ആ വെളിച്ചെണ്ണയിലിട്ട് ഒരു 2 കഷ്ണം 3 കഷ്ണമൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത കായമാണ്. വെളിച്ചെണ്ണയിൽ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ അതും കൂടി പൊടിക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി വെളുത്തുള്ളി, നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. വെളുത്തുള്ളി അത്ര ചെറുതായിട്ടല്ല അരിഞ്ഞേക്കണം, എന്നാലും കുറച്ച് കനം കുറച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ മൊരിയും. ഇനി അതെനിക്ക് പച്ചമുളക്, വേപ്പില ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കണം. വേപ്പിലയും പച്ചമുളകൊക്കെ ഇടുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, മുളക് പൊടി കുറയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് പുരട്ടി വെക്കുകയാണ് ഈ നാരങ്ങ. ഒരു ദിവസം മുന്നേ തന്നെ പുരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന അച്ചാറായതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും വെളുത്തുള്ളി മൂത്തപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തു, വേപ്പില ഇട്ട് കൊടുത്തു. പച്ചമുളകും വേപ്പിലയും നന്നായിട്ട് ഇനി മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അച്ചാറിന് നല്ല എരിവാണെന്നാണ് ചേച്ചിയുടെ ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തൊരു കളറൊന്ന് ചേഞ്ച് ചെയ്ത് വരും. ആ മുളക് പൊടിയുടെ ഒരു ആ ഒരു കളർ പച്ചക്കുത്ത് മാറണം. അപ്പോൾ ആ റെഡ് കളർ തന്നെ വേറൊരു തരം റെഡ് കളർ ആവണ വരെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നാരങ്ങ ഇട്ട് കൊടുത്തു. നാരങ്ങ നന്നായിട്ട് ഇളക്കുക. ആ മുളകുമായിട്ട് നന്നായിട്ട് യോജിക്കട്ടെ. പക്ഷേ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത്ര കളർ വന്നില്ല കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടി ചേർക്കണം എന്നാണ്. കാരണം ഒരു നല്ല കളറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കളറിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാൻ പോവാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കും. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു. നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത്. മുളക് പൊടി 1 ടീസ്പൂണും കൂടി ഇട്ടു. ഇനി ഇളക്കി യോജിപ്പിച്ച് വരണം. ഇളക്കി യോജിച്ച് നല്ല കളറായിട്ട് വരുമ്പോൾ നല്ല മണം വരാനായിട്ടുള്ള നമ്മുടെ അതായത് നമ്മുടെ പൊടിക്കൈ നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ കടുകും ഉലുവയും കായവും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പൊടിച്ച് ഇതിൽ ചേർക്കണം. അപ്പോഴേ ആ അച്ചാറിൻ്റേതായ ഒരു മണം വരുള്ളൂ. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് പൊടിച്ചത് ചേർക്കണം. ഇതാ മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചത് നമ്മൾ ഇതിൽ ചേർക്കാൻ പോവാണ്. ഒരു കറക്കൽ കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു. നല്ല മണമാണ്. ഇത് പൊടിക്കുമ്പോൾ തന്നെ ഒരു അച്ചാറിൻ്റെ മണം വരും. അങ്ങനെ ആ പൊടി നമ്മളതിലേക്ക് ചേർത്തു. ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അച്ചാറായിട്ടോ. ഇനി കുറച്ച് ചൊറുക്കയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ നമ്മൾ അച്ചാറിലേക്ക് അത് നന്നായിട്ട് ഇളക്കി ചേർത്തു. നല്ല മണമാണ്. ഈ അച്ചാറിന് ഒരു ചെറിയ കയ്പ്പുണ്ട് കേട്ടോ, പക്ഷെ അത് രസമുള്ള കയ്പ്പാണ്. ആ കയ്പ്പ് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഒരു രസമാണ്. അച്ചാർ ഇഷ്ടമുള്ളവർക്ക് ചെറുനാരങ്ങയുടെ അച്ചാറിനുള്ള കയ്പ്പാണെങ്കിൽ ഇഷ്ടമാണല്ലോ.
ചേച്ചിയുടെ ഇനി ഒരു സ്പെഷ്യൽ പൊടിക്കൈ കൂടി ചേർക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ, ഒരു സ്പൂൺ പഞ്ചസാര കൂടി അതിൽ ചേർക്കണം. ഞാൻ ആദ്യമായിട്ട് കാണായിരുന്നു അച്ചാറിൽ പഞ്ചസാര ചേർക്കുന്നത്. പക്ഷേ അപ്പം അതിൻ്റെ ആ ഒരു കയ്പ്പുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര അച്ചാറിലേക്ക് ഇട്ടു, ഒന്ന് ഇളക്കി ചേർത്തു. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്, ചുർക്ക. അപ്പം അച്ചാർ റെഡി.